അവൻ പറഞ്ഞു ഇതുപോലെ മതം മാറിയിട്ട് ഞങ്ങളുടെ ജാതിയല്ല വിവാഹം കഴിക്കാം. അപ്പം കൊച്ചു പറഞ്ഞു എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. മോടെ പേർക്ക് വീട് സ്ഥലവും എല്ലാം അത് മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഭയങ്കര ടോർച്ചിങ് ആയത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ ഷഹനയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. ഈ അരുൺ ശ്രീകുട്ടൻ എന്ന പേരുള്ള ഇവരുടെ ആൺസുഹൃത്ത് ഇവരെ ഹിന്ദു മതത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന നിർബന്ധിച്ചിരുന്നുവെന്നും അതിന് സമ്മതിക്കാതെ വന്നപ്പോൾ ഒരുപാട് മർദ്ദിച്ചു, ആ വീട് കൈക്കലാക്കാൻ നോക്കി, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ചു. പിന്നെ എന്തൊക്കെയോ ചില സ്വകാര്യ ചിത്രങ്ങൾ ഇവൻ്റെ കയ്യിലുണ്ട്, അത് പരസ്യപ്പെടുന്നു, ഭീഷണിപ്പെടുത്തി. എത്ര ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരു മുസ്ലിം പെൺകുട്ടി, അതും ഭർത്താവിനോട് അകന്നു കഴിയുന്ന ഒരു കുഞ്ഞിൻ്റെ ഉമ്മ, അവർ പഴയൊരു പ്രണയബന്ധവും പേരും പറഞ്ഞ ആ വീട്ടിൽ കയറി കൂടിയിട്ട് ആ പെണ്ണിനെ മതം മാറ്റാൻ ശ്രമിക്കുക, അതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ മർദ്ദിക്കുക, എന്നിട്ട് സ്വകാര്യ ചിത്രങ്ങളൊക്കെ കൈക്കലാക്കരുത്, നാട്ടുകാരെ മുഴുവൻ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഈ ഒരു നാടിൻ്റെ ഒരു അവസ്ഥ അരിച്ചൊക്കെ ഇതെങ്ങാനും മറ്റൊരു പേരുള്ള പെൺകുട്ടി ഇപ്പുറത്തൊരു കാക്കയുമാണ് അവർ ഇസ്ലാമിലേക്ക് മതം മാറ്റാൻ ശ്രമിക്കുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ കേരളം ഇപ്പം കത്തിയിട്ടുണ്ടാവില്ലേ? ഇയാളിത് ശരിക്കും ഇതിനെ ഇല്ലാതാക്കിയതാവുമ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിലൊക്കെ ഇവർ സ്വയം ജീവനൊടുക്കുന്നതാ. ആ ഉമ്മാടെ വാക്ക് ഞാൻ കേട്ടു. ആ ഉമ്മാടെ വാക്കിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, ആരും വലിഞ്ഞു കയറി വരുന്നില്ല, നമ്മൾ ഇടം കൊടുത്തിട്ടാണ്. ഈ ഒരു ഉമ്മ പറഞ്ഞ വാക്കിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഇവരുടെ ഭർത്താവ് ഒരു നല്ല മനുഷ്യനാണ്, ഒരു കള്ളുകുടിയില്ല, മദ്യപാനമില്ല, ഇവരുടെ സ്വർണ്ണം എടുത്തിട്ടില്ല, ഇവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആകെ അവർ ചെയ്തത് ഇവരെ ശരിക്കും പോലെ നോക്കൂല, അത്ര ചെലവിന് കൊടുക്കൂല. ഇവരാണെങ്കിൽ നന്നായിട്ട് വിദ്യാഭ്യാസമുള്ള ഒരാളാണ്, മുത്തൂറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നല്ല സാലറി ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു പഴയ പ്രണയബന്ധം ഉണ്ടായിരുന്നത്ര, അത് ഈ അരുണുമായിട്ടാണ്. ഈ ഉമ്മ പറയുന്ന കാര്യങ്ങളാട്ടോ, ആ അരുണുമായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഭർത്താവിനായിട്ട് അകന്ന് കഴിയാണ്, കാരണം കല്യാണം കഴിച്ചെന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല, കുഞ്ഞിനൊന്നും ചെലവിന് കൊടുക്കാതായി എന്നൊക്കെയാണ് അമ്മ പറയണത്. ഇവർ കോടതി പോയി പറഞ്ഞു ഇക്ക് കാശൊന്നും തരണ്ട, കുഞ്ഞിനുള്ള ചെലവിന് കൊടുക്കാൻ പറഞ്ഞു 7500 റുപ്യ മാസം കൊടുക്കണം. അത് ഇയാൾ ആദ്യമൊക്കെ കൊടുത്ത് പിന്നെ കൊടുക്കലും ഇല്ലാതായി. അപ്പോഴും ഇവൾ സ്വന്തം നിലക്ക് സ്വന്തം പേരിൽ വീടൊക്കെ നല്ലൊരു വീടൊക്കെ വെച്ച് ഉഷാറായി ആ വീട്ടിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇവൻ കയറി വന്നു. ഈ കയറി വരുമ്പോൾ നമ്മളല്ലേ സ്പേസ് കൊടുക്കണത്, അപ്പം നമ്മൾ തന്നെയല്ലേ കാരണക്കാർ. നമ്മളെല്ലാം ഈ അരുൺ ശ്രീകുട്ടൻ്റെ തലയെ കിട്ടിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലേക്ക് വരുന്നവർക്ക് നമ്മൾ സ്പേസ് കൊടുക്കും, അത് അവസാനം നമ്മളെയും വിഴുങ്ങിയിട്ടാ പോവുക. അതാണ് ഇവിടെ സംഭവിച്ചത്. ഓനക്ക് മതം മാറണം, ഓനക്ക് കല്യാണം, ഇവൻ്റെ എല്ലാ ഉടായ്പും അറിയുന്നപ്പോൾ അതിന് സമ്മതിച്ചില്ല. അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുക. ആ ഭർത്താവ് നോക്കാത്ത പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം നിലയ്ക്ക് ജീവിച്ചിട്ട് ഇപ്പം ജീവൻ അങ്ങോട്ട് പോയി. ഭർത്താവ് എന്ന് പറയുന്ന ഒരാൾ എന്തൊക്കെ മോശമാണെങ്കിലും ഒരു കാവലായിട്ട് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് ആസ്വദിക്കാലോ, സന്തോഷിക്കാലോ. എന്നിട്ട് ഇപ്പം എന്താ നേടിയത്? ഇതിനായിട്ട് നടക്കുന്നൊരു വിഭാഗം ഉണ്ടല്ല, പരമാവധി ചാടിക്കുക, അത് ചാടിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ശ്രമിക്കാം, അവരെ പരമാവധി പ്രീണിപ്പിക്കാം, പലതും പല പ്രലോഭനങ്ങൾ നടത്താം. അതിന് വലിയ സംവിധാനങ്ങളുണ്ട്. എന്തായാലും ആ പെൺകുട്ടി പരമാവധി പിടിച്ചിക്കാൻ ശ്രമിച്ചിരുന്നു, കഴിയാതെ പോയത് കൊണ്ടായിരിക്കാം ആ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുക. ആ ഉമ്മയുടെ വാക്കുകളൊന്ന് കേട്ടോക്ക്. ഈ മോള് വീട് വെച്ചപ്പോൾ 1 വർഷമായി. അപ്പം അതിനുശേഷം അവന് ആ വീടും ഒരു ഇതായിട്ടുള്ള അവന് ഇവിടെ വന്ന് കൊച്ചിനുമായിട്ട് കല്യാണം കഴിക്കണമെന്നൊക്കെ ഇതായിരുന്നു. കൊച്ചിനെ ടോർച്ച്, അപ്പോൾ മോൾക്ക് ഇഷ്ടമല്ലായിരുന്നത്. എന്നുവെച്ചാൽ ഭർത്താവ് ഗൾഫിലല്ലേ, അപ്പോൾ അവൾക്ക് അത് താല്പര്യമില്ലായിരുന്നു, മോൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ മോള് വീട് വെച്ചതിന് ശേഷം ഇപ്പോൾ ഇയാൾ കൂടുതൽ കൊച്ചിനെ ടോർച്ചിങ്ങും, വീട്ടിൽ വന്ന് കയറി ഉടനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യപ്പം പിന്നെ അവൻ ഭയങ്കര ഇതായിട്ടാണ് സംസാരിക്കുന്നത്. ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു ദിവസവും. അതെനിക്കറിയാമായിരുന്നു. മോൾ അങ്ങനെ എൻ്റെ അടുത്തൊന്നും പറയത്തില്ല. അച്ഛനും കൂടെ മരിച്ചതിന് ശേഷം മോള് ഞാനും മാത്രം. അപ്പോൾ ആ ഒരു ഇതിൽ കുഞ്ഞ് എൻ്റെ അടുത്ത് അങ്ങനെ മാനസികമായിട്ട് പറയത്തില്ല. പക്ഷേ എനിക്കത് ഞാൻ പലവട്ടം കേട്ടിട്ടുണ്ട് സംസാരിക്കുന്നത്, ഒരു മാറി നിന്നൊക്കെ സംസാരിക്കുന്നത് ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും എന്തോ മോനെ, എന്തോ മോളെ, എന്തോ വിഷയം. അപ്പോൾ ഇവർ മോള് മുത്തൂറ്റിലായതുകൊണ്ട് അവർ ഈ കസ്റ്റമർ സാലറി കൊടുക്കാതെ വരുമ്പോഴൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനങ്ങ് വിചാരിക്കും അത് ഒരു പഴയ മുത്തൂറ്റിലല്ലേ ഒരു ഇതിൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു 3-4 മാസത്തിന് മുമ്പ് എനിക്ക് 3 പെൺപിള്ളേരാണ്. ഏറ്റവും ഇളയതാ മോള്. രണ്ടാമത്തെ മോളുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുക. എനിക്ക് അതിനകത്ത് താല്പര്യമില്ല. എനിക്ക് 8 വയസ്സുള്ള ഒരു മോനും എൻ്റെ ഭർത്താവും ഉണ്ട്. ഭർത്താവ് ഇപ്പം പിണങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വഴക്കായിട്ട് പിണങ്ങിയതില്ല. അതെന്ന് പറഞ്ഞാൽ വരുമാനമെന്ന് പറഞ്ഞാൽ ചിലവിനുള്ളവരും അവരുടെ വീടിനെ നിർത്താനും ഒരു താല്പര്യം അച്ഛൻ ഉള്ളപ്പോഴേ ഇല്ല. അപ്പോൾ അന്ന് തൊട്ടേ തള്ളയും കൊച്ചും വന്ന് അച്ഛൻ മരിച്ചപ്പോൾ 3 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെ അച്ഛൻ്റെ ഇതിലായിരുന്നു മോനും. അപ്പോൾ മോൾക്കിപ്പം ജോലി കിട്ടി 4 വർഷം, അടുത്ത മാസം 4-ാം തീയതി ആകുമ്പോൾ 4 വർഷമാകും. അപ്പോൾ അതിന് മുമ്പ് വരെ പിന്നെ അതിന് ശേഷം അച്ഛനായിരുന്നു ഇതാ കുഞ്ഞിനെ നോക്കുക. അപ്പോഴും ഈ അച്ഛൻ മോന് ചിലവിന് കൊടുക്കുകയോ ഈ കുഞ്ഞിനെ വന്ന് നോക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇവിടെ അടുത്ത് തന്നെ മോള് വീട് വെച്ചത്, ഈ പള്ളിയുടെ അപ്പുറം. അപ്പോൾ അവിടെ വീട് വെച്ച്, അപ്പോൾ അത് വിവാഹത്തിന് മുമ്പ് ഇവരെന്തോ ഒരു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളല്ലേ, അപ്പോൾ ആ ഒരു ഇതിലുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഇതങ്ങ്
പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇതായിരിക്കും ഇഷ്യൂ. അത് വലിയ ഇതല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയി കഴിഞ്ഞ് മോനും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മരുമോൻ അങ്ങനെ ചിലവിന് കൊടുക്കുകയും ഈ അച്ഛനുള്ളപ്പോഴേ ഈ അവരുടെ വീട്ടിൽ നിർത്താനൊരു അകൽച്ച. അവൾ ബികോം ഒക്കെ ലാസ്റ്റ് ചെയ്തത് മോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം അച്ഛനായിരുന്നു ഇത് ചെയ്തത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ പിന്നെ മോൾക്ക് അപ്പോഴും തന്നെ ജോലിയും കിട്ടി. അപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവള് അങ്ങനെ ഒരു ചിലവിനെന്നുള്ള ഒരിതിലോട്ട് ഒരു കേസ് കൊടുക്കാനും അപ്പോൾ അച്ഛനും ഉണ്ടല്ലോ, പിന്നെ അവളും വിചാരിച്ച് ഇനി തരുന്നെങ്കിൽ തരട്ടെന്നും പറഞ്ഞുകൊണ്ടല്ലോ അങ്ങനെ ഇരുന്ന് ലാസ്റ്റ് ഈ വീട് വെച്ച്, ഇപ്പോൾ മോള് വീട് വെച്ച് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. വീട് വെച്ചതിന് ശേഷം അപ്പോൾ ഈ മോൾ ഇവിടെ വന്ന് നിന്നതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റവന് അത് മനസ്സിലാക്കി കാണും ഇവിടെ അല്ലേ, അപ്പോൾ അത് പോയതായിരിക്കും എന്ന് പറഞ്ഞ് പിന്നെയും കൊച്ചിനെ ടോർച്ചർ ചെയ്യാം. കൊച്ചിൻ്റെ അടുത്ത് വീണ്ടും അല്ല മോൾ ഇവിടെ ആയിരുന്നു. ഇപ്പോൾ ഈ മരിക്കുന്ന ഇന്നലെ വരെ എൻ്റെ കുഞ്ഞ് ഇവിടെ ആയിരുന്നു. എൻ്റെ മോള് ഇവിടെ പാവിലിച്ച് എൻ്റെ അടുത്ത് കിടക്കുന്നത്. മോള് തറയിൽ കിടക്കാൻ അതിന് വീട് വെച്ചെങ്കിലും തറയിലാണ് അവിടെയും കിടക്കുന്നത്. ഇവിടെ വന്ന് ഇവിടെ കിടക്കും എൻ്റെ മോള്, ഞാനിവിടെയും കിടക്കും. അങ്ങനെ എന്നും പോകുന്നത് പോലെ പോയിട്ട് വന്ന് അങ്ങനെ ഈ ഇവർ ഈ ചിലവിനും അവരുടെ വീട്ടിലുള്ള ഇത് വന്നപ്പോഴത്തേക്ക് ഇവർ ഒരു അകലം. അപ്പം കൊച്ചിന് മനസ്സിലായി ഇത് വേറെയുള്ള ദുശീലങ്ങളൊന്നും മരുമോനില്ല, നമ്മളില്ലാത്തത് പറയരുതല്ലോ. ഒരു സ്വർണ്ണമോ ഒന്നും എടുത്ത് അവൻ ഉപയോഗിച്ചൊന്നും കുഞ്ഞിൻ്റെ ഒന്നും നശിപ്പിച്ചു. പക്ഷേ ഈ 2 കാര്യം അവരെ സംരക്ഷിക്കാൻ അവനും വയ്യ. പിന്നെ ഒരു വിവാഹം കഴിച്ചെന്നുള്ള ഒരിതേ ഉള്ളൂ. അപ്പോഴും അവൾ അച്ഛനുള്ളപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റ് ഈ വീട് വെച്ചതിന് ശേഷം ചേട്ടത്തിമാർ തന്നെ പറഞ്ഞ് ലോണും കാര്യങ്ങളും ഒക്കെ വീടിനെല്ലാം കടവും ചിലവും എല്ലാം ഉണ്ട്, പണയം ഉണ്ടല്ലോ സ്വാഭാവികം. അപ്പോൾ അത് വന്നപ്പോൾ ഈ 3-4 മാസത്തിന് മുമ്പ് എൻ്റെ 2 പെൺമക്കളും അപ്പോഴും ഞാൻ പറയത്തില്ല എന്ന് വെച്ചാൽ അവൾക്കുള്ള ഇതിൽ കൂടെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ലോൺ അപ്പോൾ അവൾക്ക് തന്നെ തോന്നി ഇത് വന്നപ്പോഴത്തേക്ക് ഇനി എല്ലാം കൂടെ എന്നെ കൊണ്ട് ഒക്കത്തില്ല, മോനെ പഠിപ്പിക്കുകയോ എല്ലാം കൂടെ ചിലവ് അല്ലേ. അപ്പോൾ അവൾക്ക് വേണ്ട എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു, എനിക്ക് ജോലിയുണ്ട്. അപ്പോൾ അവരുടെ കുഞ്ഞിന് വേണമെന്നുള്ള അത് ഓക്കെ ആക്കി, വക്കീലിനെ എല്ലാം കണ്ടത് ഓക്കെ ആക്കി. പിന്നെ 7,000 രൂപ മാസം 7,000 രൂപ വെച്ച് ലാസ്റ്റ് 25-ാം തീയതി കൊടുക്കണം. ഒരു 2-3 മാസം കൊടുത്തു കഴിഞ്ഞ് ഇപ്പോൾ ഈ 3 മാസം കൊണ്ട് അതുമില്ല മോനെ. അപ്പോൾ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച തോറും ഞങ്ങളുടെ പള്ളിയുടെ അടുത്ത് അടൂർ വന്ന് കാണാം. അതും ഈ ആഴ്ച വരുവാണെങ്കിൽ പിന്നെ 2-3 ആഴ്ച തോന്നുവാണെങ്കിൽ വരും. അപ്പോഴും കുഞ്ഞ് ചോദിക്കും അത്ത വരുമോ എന്ന്. ഞാൻ പറയാമെന്ന് പറയും. കുഞ്ഞ് ശനിയാഴ്ചയുടെ അന്ന് വൈകിട്ട് വിളിക്കും. അപ്പോൾ ഞായറാഴ്ചയല്ലേ മോന് ഓൾറെഡി ഇവിടെ ഉള്ള, സ്കൂളും ട്യൂഷനും ഒന്നും ഇല്ലാതുള്ള. അപ്പോൾ എന്നാൽ ഈ ഞായറാഴ്ച വെച്ച് അതും വരവില്ല. പിന്നെ ഈ ചിലവിനും കൊടുക്കത്തില്ല. പിന്നെ ഈ ഉമ്മയുടെ വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഉമ്മമാര് മക്കളെ ശ്രദ്ധിക്കാത്തതിന് ഒരു പ്രശ്നമാണ്. ഉമ്മാരുടെ അണ്ടറിൽ നിന്ന് മക്കൾ പോയി. ഇവർക്ക് 3 പെൺകുട്ടികളാണ്. വാപ്പയൊക്കെ മരണപ്പെട്ടു പോയി. ഇവർ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഭാഗത്തൊക്കെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് വാപ്പ ഉമ്മ എന്ന അർത്ഥത്തിലാണ്. എന്തായാലും നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ അറിയണം. വെറും പണവും ജോലിയും മാത്രം പോരാ, ഒരല്പം ധാർമ്മികതയും കൂടി നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. നമ്മൾ വീട്ടിലേക്ക് ക്ഷണിച്ച് വരുത്തരുത്. നമ്മൾ ഈ വിളിച്ചു വരുത്തുന്നത് നമ്മുടെ തന്നെ കഴുത്തി ചുറ്റുന്ന പാമ്പാണേ. ഈ പ്രണയം കൊണ്ടും ഇത്തരം കാമം കൊണ്ടൊക്കെ വരുന്ന ആളുകളുടെ ഉദ്ദേശം വേറെയാണ്. ഇവരുടെ വീട്, ഇവരുടെ സ്ഥലം, ഇതൊക്കെ ഉദ്ദേശം. പിന്നെ ഇവരുടെ സ്വകാര്യ ചിത്രങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നത്? ആ രീതിയിൽ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാരുടെ ബന്ധം ഉണ്ടാക്കുന്നത്? എൻ്റെ സ്വകാര്യ ചിത്രങ്ങൾ ആരുടെ കയ്യിലില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സ്വകാര്യ ചിത്രങ്ങൾ നാട്ടുകാരുടെ കയ്യിലുണ്ടോ? അപ്പോൾ ആ സ്വകാര്യ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ മാത്രം നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് എന്തിനാണ് ആൾക്കാരെ എൻട്രി കൊടുക്കുന്നത്? ഒരു ഇന്ന സ്പേസിനപ്പുറം എത്ര സുഹൃത്താളിലും എൻട്രി ഇല്ല, നോ എൻട്രി അല്ലേ? പക്ഷെ അത് നമ്മുടെ കയ്യിലുള്ള വീഴ്ചകൾ എല്ലാം അവൻ്റെ തലയൊക്കെ ഇട്ടിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ഉമ്മ തന്നെ പറയുന്നുണ്ട്, പിന്നെ ഫോണൊക്കെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കലും ബന്ധങ്ങളൊക്കെ ആയി. നമ്മൾ തന്നെയാണ് നമ്മുടെ വാരിക്കൊഴി തീർത്തുണ്ടാക്കണത്. നമ്മൾ തന്നെ അതിൽ പോയി വീഴുകയും ചെയ്യും. ഉമ്മ പറഞ്ഞ ബാക്കി കൂടി കേൾക്ക്. ഇങ്ങനെ വീട്ടിൽ വന്ന് നിന്നതിന് ശേഷം പിന്നെ ഇവൻ കൊച്ചിനെ അവനപ്പം മനസ്സിലായി ഇവർ ഇവിടുന്ന് ഇവിടെ തന്നെയാന്നുള്ള ഇത് സ്ഥാപിച്ചതിന് ശേഷം മോളുമായിട്ട് സംസാരം തുടങ്ങി. കാണും ആന്നു. അപ്പം അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പം ഈ സംഭവം നടക്കുമ്പോൾ ഈ വ്യക്തി അവിടെ ഉണ്ടായിരുന്നെന്ന് പറയാം. അപ്പം ഞാനിവിടെ അപ്പോഴ് പിന്നെ ഇവർ പിന്നെയും വിളിയും പറച്ചിലും കാണും, 2 പേരുടെ കയ്യിലും ഉണ്ട്. അപ്പം നമ്മൾ ഒരാളെ തന്നെ നമ്മൾ പറയാം അവൻ്റെ കയ്യിൽ കൂടുതലും തെറ്റിയെന്ന് വെച്ചാൽ അവൻ ഒരു കൊച്ചുകൊണ്ട് ഒരു ഭർത്താവ് നിലവിലുണ്ട്. ഇപ്പോഴും ഭർത്താവ് നിലവിലുണ്ട്, ഒഴിഞ്ഞിട്ടില്ലല്ലോ. മരിച്ചപ്പോഴും അവൻ്റെ ഭാര്യയായിട്ടല്ലേ മരണപ്പെട്ടത് എൻ്റെ കുഞ്ഞ്. അപ്പം ഇവൻ അപ്പം അപ്പോഴുള്ള സമയങ്ങളിൽ വിളിച്ച് പൈസകൾ എന്നുവെച്ചാൽ കൊച്ചിന് സാലറി ഉള്ളതുകൊണ്ട് അവൻ അതിൽ നിന്ന് മൊബൈൽ മേടിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ടോർച്ചർ ചെയ്ത് അങ്ങനെ മേടിക്കും. മേടിക്കുമായിരുന്നു. അവൻ മൊബൈൽ അല്ലാതെ മേടിച്ചിട്ട് അവൻ ആ പൈസ മാസം തോറും അങ്ങനെയുള്ള പല പല പൈസകൾ കുഞ്ഞിനെ ഇതാക്കി മെൻ്റലാക്കി ടോർച്ചർ ചെയ്യുമായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. അതിപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടാണ്. അങ്ങനെ ഈ 3-4 മാസത്തിന് മുമ്പ് കൊച്ചി ചേട്ടത്തി മോളെടുത്ത് പറഞ്ഞ് എനിക്ക് അവൻ പറഞ്ഞതുപോലെ മതം മാറിയിട്ട് ഞങ്ങളുടെ ജാതിയല്ല വിവാഹം കഴിക്കാം. അപ്പം കൊച്ചു പറഞ്ഞ് എനിക്ക് അതിനകത്ത് താല്പര്യമില്ല, എനിക്ക് അങ്ങനെയുള്ള എനിക്ക് താല്പര്യമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കി എനിക്ക് ജീവിക്കണമെന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ അവിടെ എനിക്കൊരു ജോലിയുണ്ട്, ഞാൻ എങ്ങനെയെങ്കിലും കടം തീർത്തു എൻ്റെ മോൻ അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഈ മെനഞ്ഞാന്ന് വരെ മരിക്കുന്നതിൻ്റെ അന്ന് വൈകിട്ട് വരും. അതിനുശേഷം ഇവൻ പിന്നെ ഈ വീട് വെച്ചതിന് ശേഷം ഭയങ്കര ഇതായി.
അപ്പം ഇയാൾക്ക് ഇങ്ങോട്ട് കൂടി കുഞ്ഞിനെ കൂടുതൽ ഇതാക്കി ഇനി അടുക്കുമ്പോൾ എന്ന് വെച്ചാൽ മോടെ പേർക്ക് വീട് സ്ഥലവും എല്ലാം അത് മൈൻഡിൽ വന്നതിന് ശേഷമാണ് ഭയങ്കര ടോർച്ചിങ് ആയത്. വീട്ടിലും സ്വത്തിലും ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് നമുക്കൊരു പാഠമാണ്, നമ്മൾ എങ്ങനെ ജീവിക്കരുത് എന്നുള്ളതിൻ്റെ ഒരു പാഠം. ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നു കൂടുതൽ മുസ്ലിങ്ങളുടെ രാജ്യം ഏതാണ്? എല്ലാവരും കറക്റ്റ് ആൻസർ എഴുതി ഇന്തോനേഷ്യ. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഒരു ഇംഗ്ലീഷ് മാസം നമുക്കറിയാം ജൂലൈ മാസമാണ്, എങ്കിൽ ഈ ഒരു മാസം അറബ് മാസം ഇത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മൾ പ്രസൻറ്റിലുള്ള അറബ് മാസം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.